നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ? അല്ല, ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തീരുമാനിച്ച് അവിടേക്ക് ഇറക്കിയത് സോണിയാഗാന്ധിയാണോ? പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ CPMകാർ ആ ചിത്രം എടുത്തിട്ട് എല്ലാത്തിനും പിന്നിൽ കോൺഗ്രസ് ആണ്, സോണിയാഗാന്ധിക്ക് വരെ ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൂടി പറയുമ്പോൾ ഒരു സംശയം. ഇതേ പോറ്റിക്കൊപ്പമാണല്ലോ ഇവരുടെ ഒരു നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. അതും ഈ പറയുന്ന പോറ്റിയോടൊപ്പം ഗോവർദ്ധനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രി ആരായിരുന്നു? കടകംപള്ളിയല്ലേ. ഈ ചിത്രത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഒരു സംശയം തോന്നുന്നില്ല? ഇതിന്റെ പേരിൽ എന്തുകൊണ്ട് കടകംപള്ളിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നില്ല? തുടങ്ങി CPMന്റെ പിരിവെട്ടിക്കുന്ന പല ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഷിബു ബേബി ജോൺ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. ആ ചിത്രത്തിൽ ഈ പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ അതിലൊരു ചിത്രവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഈ ചിത്രങ്ങൾ നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് ദുരൂഹത തോന്നുമ്പോൾ ഈ ചിത്രത്തിലും ദുരൂഹത തോന്നേണ്ടതല്ലേ? പോറ്റി സോണിയാഗാന്ധിയെ കണ്ടപ്പോഴല്ല ശബരിമലയിൽ മോഷണം നടന്നത്. സോണിയാഗാന്ധി വിചാരിച്ചാൽ ഒരാളെയും ശബരിമലയിൽ കയറ്റാനും കഴിയില്ല. മറിച്ച് ഈ ചിത്രത്തിൽ പോറ്റിക്കൊപ്പം നിൽക്കുന്ന മഹാൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് ശബരിമലയിൽ സ്വർണം പമ്പ കടന്നുപോയത്. ഇവർ ഇരിക്കുന്നത് ബംഗളൂരു എയർപോർട്ടിലാണെന്ന് തോന്നുന്നു. കടകംപള്ളിയും പോറ്റിയും തമ്മിൽ എന്താണ് ഇടപാട്? കൂടെ ഇരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുമായി എന്താണ് ബന്ധം? മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇതിൽ യാതൊരു ദുരൂഹതയും സംശയവും ഒന്നും തോന്നാത്തത്? ഇതായിരുന്നു ഷിബു ബേബി ജോണിന്റെ പോസ്റ്റ്. അതായത് ഇപ്പോൾ ഇടത് വലത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പോറ്റിക്കൊപ്പമുള്ള രാഷ്ട്രീയക്കാരുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണല്ലോ. ഇവർ ഒരു ചിത്രം വെക്കുമ്പോൾ മറ്റവർ 2 ചിത്രം വെച്ച് ചെക്ക് വെക്കും. തിരിച്ച് 4 ചിത്രം വെച്ച് ഇവരും ചെക്ക് വെക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷിബു ബേബി ജോൺ ചോദിച്ചതിൽ ഒരു ഗൗരവമായ വിഷയമുണ്ട്. സോണിയാഗാന്ധി അല്ലല്ലോ ദേവസ്വം ബോർഡിലേക്ക് ആളെ തിരികെ കയറ്റുന്നത്. പിന്നെ വളരെ സ്നേഹത്തോടെ കടകംപള്ളിയും പോറ്റിയും ഗോവർദ്ധനും ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ, ആ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്നൊരു ദിവസം ഇവർ കണ്ടുമുട്ടി ഒരു ചിത്രം എടുത്തതല്ല. അതായത് നേരത്തെ മുതലേ നല്ല ബന്ധമുണ്ടായിരുന്നവർ കാണുമ്പോൾ എടുക്കുന്ന ഒരു ചിത്രം പോലെ. കടകംപള്ളി സുരേന്ദ്രനാണെങ്കിൽ ഗോവർദ്ധന്റെയും പോറ്റിയുടെയും ഒക്കെ അടുത്തങ്ങ് ഇഴുകിച്ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ഈ പറയുന്ന കടകംപള്ളിക്ക് ഇവരെയൊക്കെ നേരത്തെ അറിയാം എന്നുള്ളത്. ഇതേ കടകംപള്ളി പക്ഷേ പറഞ്ഞ ഒരു കള്ളവും കൂടി നമ്മൾ ഇതിനോടൊപ്പം ഒന്ന് ചേർത്ത് വായിക്കണം. അതായത്, എനിക്ക് പോറ്റിയെ അറിയില്ലേ, അങ്ങനെ ഒരു വിവാദ കത്ത് എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ടില്ല, ഞാൻ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അവിടെ എത്തിയിട്ടില്ല, ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്കാണെ ദേവസ്വം ബോർഡിനെ അറിയത്തേയില്ല എന്നൊക്കെ ആയിരുന്നല്ലോ ഈ വിവാദം കത്തിപ്പുകഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ദേവസ്വം ബോർഡിനെ എനിക്ക് അറിയത്തേയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നു. അന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ കടകംപള്ളി ഇന്ന് പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്നാൽ അതും ഇനി AI ആണെന്ന് ഈ പറയുന്ന CPMകാർ പറയുകയാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥ കൂടി നിങ്ങൾ വെളിപ്പെടുത്തണം. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും. ഏകദേശം കടകംപള്ളി സുരേന്ദ്രന് എന്തൊക്കെയോ പറയാനുണ്ട് എന്നുള്ളതും ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ നല്ലത് പലതും കിട്ടുമെന്ന് കേന്ദ്ര ഏജൻസിക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാം. വേണമെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കടകംപള്ളി സുരേന്ദ്രനും നിൽക്കുന്ന ഫോട്ടോയെക്കുറിച്ച് പ്രതികരിക്കാൻ CPMകാർ ആരും തയ്യാറായിട്ടില്ല. സോണിയാഗാന്ധിയുടെ ചിത്രത്തിൽ സംശയം തോന്നിയ പിണറായി പോലും കടകംപള്ളിയുടെ ഈ ചിത്രം കണ്ടിട്ട് ഒരു സംശയം തോന്നിയതായി എവിടെയും പറയുന്നുമില്ല. എന്തായാലും ഷിബു ബേബി ജോൺ പങ്കുവെച്ച ഈ കുറിപ്പിന് താഴെ പൊട്ടിത്തെറിയും തെറിവിളിയും തമ്മിലടിയുമാണ്, ഇടതും വലതും കൂടി. പക്ഷെ ഇതിനകത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയണം. അതായത് കോൺഗ്രസിലെ നേതാക്കൾക്ക് പോറ്റിയുമായിട്ട് എന്താണ് ബന്ധം? പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ പറയുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് അടുത്ത് നിൽക്കുന്ന പോറ്റിയെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് AI ചിത്രങ്ങളല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അടൂർ പ്രകാശ് ഒക്കെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ആ വിറയൽ എന്നുള്ള കാര്യവും കൂടി അറിയേണ്ടതുണ്ട്. സോണിയാഗാന്ധിക്ക് പോറ്റിയുമായി സംസാരിക്കുന്നതിനും അല്ലെങ്കിൽ തമ്മിൽ കാണുന്നതിനും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരൊക്കെയാണ്?
എന്തായാലും പോറ്റിക്ക് മാത്രമായിട്ട് നേരിട്ട് ചെന്ന് സോണിയാഗാന്ധിയെ കാണാനുള്ള ആക്സസ് ഇല്ല. കാരണം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ കാത്തു നിൽക്കേണ്ടി വരും. ദിവസങ്ങൾ, ചിലപ്പോൾ മാസങ്ങൾ, വർഷങ്ങൾ വരെ വേണ്ടിവരും. അങ്ങനെയുള്ളപ്പോൾ എത്ര ഈസി ആയിട്ടാണ് ഈ പറയുന്ന പോറ്റി സോണിയാഗാന്ധിയെ പോയി 2 തവണ കാണുന്നത്? ഒപ്പം ഗോവർദ്ധനും കൂടിയുണ്ട്. അപ്പോൾ അവരെ രണ്ടുപേരെയും അവിടെ എത്തിച്ചതിൽ കോൺഗ്രസുകാർക്ക് പങ്കുണ്ട്. അടൂർ പ്രകാശ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. കാരണം അടൂർ പ്രകാശും സോണിയാഗാന്ധിയോടൊപ്പമുള്ള പോറ്റി ഗോവർദ്ധൻ ചിത്രത്തിന്റെ ഒരറ്റത്തുണ്ട്. അപ്പോൾ ഇവരെ അവിടേക്ക് എത്തിക്കുന്നതിൽ ഈ പറയുന്ന നേതാക്കൾക്കൊക്കെ വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. എന്തായാലും നല്ല അടുപ്പം അടൂർ പ്രകാശിനും ഈ പറയുന്ന പോറ്റിയുമായിട്ട് ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധിയെ കാണുന്നതിന് ഒരു വഴി വെട്ടിക്കൊടുത്തത് കോൺഗ്രസിന്റെ നേതാക്കൾ. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം പോറ്റി വന്ന് പറയുകയാണ്, എനിക്കൊന്ന് സോണിയാഗാന്ധിയെ കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കൂടി, ഉയ്യോ ശബരിമലയിലെ വലിയ ആളാണ്, അതുകൊണ്ടൊന്ന് സോണിയാഗാന്ധിയെ കാണിച്ചേക്കാം എന്നൊന്നും കരുതത്തില്ലല്ലോ. ഇതിനുള്ള വിമർശനങ്ങൾ ഈ ഷിബു ബേബി ജോൺ പങ്കുവച്ച പോസ്റ്റിന് താഴെയും പലരും ഉന്നയിക്കുന്നുണ്ട്. എടോ RSP ബേബി, ഇത് കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലെ സ്വീകരണ മുറിയല്ല. കണ്ടാൽ തന്നെ അറിയാം എയർപോർട്ടോ സമാനമായ മറ്റേതോ പൊതുസ്ഥലമാണെന്ന്. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്ത് മാത്രം കാണാൻ അനുവാദമുള്ള, രാജ്യം അതീവ സുരക്ഷ നൽകി സംരക്ഷിക്കുന്ന സോണിയാഗാന്ധിയെ പോലെയുള്ള മുതിർന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ അവരുടെ വീട്ടിൽ സന്ദർശന മുറിയിൽ കേരളത്തിലെ MP-മാരോടൊപ്പം പോയി കണ്ടതിനെക്കുറിച്ചാണ് രാഷ്ട്രീയ വിവാദം. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയല്ലേ? ഇത് കോൺഗ്രസിനുള്ള മറുപടിയാണ്. മറ്റു ചില പോസ്റ്റുകൾ കൂടിയുണ്ട്. അതിങ്ങനെയാണ്: കോൺഗ്രസിന്റെ സുപ്രീം നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിയും ഗോവർദ്ധനും പലതവണ പോയതിന്റെ തെളിവുകൾ പുറത്തു വന്നതും അതിലെ ദുരൂഹത ചോദ്യം ചെയ്യപ്പെട്ടതും കൗണ്ടർ ചെയ്യാൻ ഷിബു സാർ ഇട്ട ഫോട്ടോ കൊള്ളാം. എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്, ഇതിൽ പിണറായിക്ക് ദുരൂഹത തോന്നുന്നില്ലേ എന്നൊക്കെയാണ് ആശാൻ അടിച്ചുവിടുന്നത്. സംഗതി ഏതോ എയർപോർട്ടിന്റെ മുന്നിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും എടുത്ത ഫോട്ടോയാണ്. പബ്ലിക് പ്ലേസിൽ വെച്ച് കാണുന്നതിൽ എന്താണ് ദുരൂഹത എന്നൊക്കെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ ചോദിക്കുമായിരിക്കും. പക്ഷേ അദ്ദേഹം ഇത് UDF അണികൾക്ക് വേണ്ടി ഇറക്കിവിട്ടതാണ്. ആരും ഏറ്റെടുത്തില്ലെങ്കിലും മുസ്ലിം ലീഗുകാർ വിശ്വസിച്ചോളും എന്നൊരു ഉറപ്പ് പുള്ളിക്കുണ്ടായിരിക്കും. എയർപോർട്ടിൽ വെച്ച് ഞാൻ എത്രയോ നേതാക്കന്മാരെ കണ്ടിരിക്കുന്നു. അവരിൽ പലരുമായിട്ടും സെൽഫിയും എടുത്തിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ബംഗളൂരു എയർപോർട്ടിൽ വെച്ച് ധനമന്ത്രി KN ബാലഗോപാലിനെ കണ്ടിരുന്നു. അതുപോലെയാണോ Z+ കാറ്റഗറിയിൽ പെട്ട സോണിയാഗാന്ധിയെ 2 തവണ സന്ദർശിക്കുന്നതും ഉപഹാരം കൊടുക്കുന്നതും? ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജഫ്രി 5 ദിവസമാണ് ജനപദ് 10ന്റെ വാതിലിൽ സോണിയെ കാണാൻ കാത്തുകെട്ടിക്കിടന്നത്. എന്നിട്ട് പോലും അനുമതി കിട്ടാത്തപ്പോഴാണ് ലോക ഫ്രോഡുകളായ പോറ്റിയും കൂട്ടുകക്ഷിയും 2 തവണ സോണിയയുടെ അടുക്കളയിൽ വരെ കയറിയത്. ഇത് മറ്റൊരാളുടെ കമന്റാണ്. ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. മറ്റൊരു കമന്റ് കൂടി നമുക്കൊന്ന് നോക്കാം. അതെ, ഗൂഢാലോചന നടത്താൻ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ പോയി കോഫി ഷോപ്പിന് മുന്നിലിരുന്ന് വട്ടമേശ സമ്മേളനം നടത്തുന്നു. എന്തായാലും എയർപോർട്ടും സോണിയാഗാന്ധിയുടെ വീടും ഒരേ കാറ്റഗറിയിൽ കണ്ട തന്നെയൊക്കെ സമ്മതിക്കണം. ഇതാണ് ഷിബു ബേബി ജോണിനുള്ള മറ്റൊരു മറുപടി. എന്തായാലും ഈ പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ CPM-നിട്ട് 2 തട്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഷിബു ബേബി ജോൺ പങ്കുവച്ചത്. പക്ഷേ ഇത് CPM-നും തട്ടുകിട്ടി, കൂട്ടത്തിൽ കോൺഗ്രസിന്റെ മൂട്ടിലും കൂടിയാണ് പൊട്ടിയിരിക്കുന്നത്. ഈ സോണിയാഗാന്ധിയുടെ ചിത്രം വെച്ച് നിങ്ങൾ വീണ്ടും CPM-നെ അടിക്കാൻ നോക്കുമ്പോൾ പുറം പൊളിയുന്നത് കോൺഗ്രസിന്റേത് തന്നെയാണ്. കാരണം വിഷയം അത്ര നിസ്സാരമല്ല. സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട്, അവരെ പെട്ടെന്നൊന്നും പോയി കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല എന്നുള്ളത് ഇവിടുത്തെ ആർക്കാണ് അറിയാൻ കഴിയാത്തത്? അപ്പോൾ തന്നെയല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവരുടെ സ്വീകരണ മുറിയിൽ കയറിയാണ് ഈ പറയുന്ന പോറ്റിയും ഗോവർദ്ധനും ഒക്കെ അവരെ കണ്ടിരിക്കുന്നത്. അത് സോണിയാഗാന്ധി വിളിപ്പിച്ചിട്ടല്ല എന്നും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ അവരെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു ഈ കോൺഗ്രസിലെ പല നേതാക്കളും. അതാരൊക്കെയാണ്? എന്തിനാണ് അവർ അത്തരത്തിലൊരു അവസരം ഈ ഫ്രോഡുകൾക്ക് ഉണ്ടാക്കി കൊടുത്തത്? അതിൽ നിന്ന് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കോൺഗ്രസ് മറുപടി പറഞ്ഞേ മതിയാകൂ. അല്ലാതെ പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടത് സഖാക്കളാണ് എന്ന് പാട്ടുപാടി നിയമസഭ നേരിടാമെന്ന് കരുതരുത്. കാരണം നിങ്ങൾക്ക് നേരെയും ഇപ്പോൾ വിരൽ ചൂണ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിൽ ചിലർക്ക്, അതായത് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ വാലറ്റത്ത് എന്തോ ഒരു പിടിയുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പോറ്റിയുമായിട്ടൊക്കെ ഈ നേതാക്കൾക്ക് എന്താണ് ബന്ധം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ കോൺഗ്രസുകാരും അടപടലം വിറച്ചു തുടങ്ങിയിട്ടുണ്ട്.